സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഒക്ടോബർ 5, 2025. ഏലിയാസ് ലീവ മൂശാക്കാലം 1 ഞായർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്തോസ് 2 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ഏശയ്യ 40 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ദിനവൃത്താന്തം 11 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം അപ്പാ നിന്റെ ദാനം. രചന സന്തോഷ് ചുങ്കത്ത്. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്. ജന്മം കൊണ്ട് സ്കോട്ട്ലൻഡുകാരനായ അമേരിക്കൻ ബൈബിൾ പ്രഘോഷകനാണ് അലസ്റ്റർ ബേഗ്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായൊരു പ്രസംഗമാണ് മൂന്നാമത്തെ കള്ളന്റെ സൗഭാഗ്യം. അലസ്റ്റർ ബേഗ് പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ അയാളെ കാണുകയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണം. നിങ്ങൾ ഒരിക്കലും ബൈബിൾ ക്ലാസ്സിലോ വചനപ്രഘോഷണ ഇടങ്ങളിലോ വന്നില്ല. നിങ്ങൾ മാമോദിസ സ്വീകരിച്ചതായി പള്ളിരേഖകളിലോ ആത്മസ്ഥിതി പുസ്തകത്തിലോ കാണുന്നില്ല. എന്നിട്ടും നീ ഇതെങ്ങനെ നേടി? മൂന്നാമത്തെ കള്ളൻ മരിച്ചു. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വാതിൽ കാവൽക്കാരനായ മാലാഖ ചോദിച്ചു, എന്താണ് സുഹൃത്തെ നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത്? കള്ളൻ പറഞ്ഞു. അയാളും ഒരൽപ്പം പരിഭ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് അറിയില്ല. മാലാഖ തുടർന്നു, നിങ്ങളുടെ പേര് ഈ പുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. അതിനും കള്ളൻ ഉത്തരമുണ്ടായിരുന്നു. ഒരൽപ്പം സംശയത്തിലായ കുഞ്ഞു മാലാഖ തന്റെ സീനിയറായ മാലാഖയെ കൂട്ടിക്കൊണ്ടുവന്നു. സീനിയർ മാലാഖ സൗമ്യമായി കള്ളനോട് ചോദിച്ചു, നിങ്ങൾക്ക് കൃത്യമായ ജ്ഞാനസ്നാനം ലഭിച്ചതിന്റെ തെളിവുകളുണ്ടോ? അയാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നിങ്ങളുടെ വിശ്വാസ പരിശീലനവും വിവിധ വിഷയങ്ങളിൽ സഭ നടത്തിയ പഠനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിലപാടുകളും പരിശോധിക്കാനായി ഞങ്ങൾ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കും. ദയവായി ഉത്തരം പറയുക. എല്ലാ ചോദ്യങ്ങൾക്കും അയാൾ മൗനം കൊണ്ടാണ് ഉത്തരം നൽകിയത്. എനിക്കിതൊന്നും അറിയില്ല. മാലാഖ ഒരൽപ്പം ഗൗരവത്തിൽ ചോദിച്ചു, പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? നല്ല കള്ളൻ പറഞ്ഞു, The man of the middle cross said that I could come and I came. ഞങ്ങളുടെ മധ്യത്തിലുള്ള കുരിശിൽ കിടന്നിരുന്ന ആ ആൾ എന്നോട് പറഞ്ഞു, എനിക്കിവിടെ വരാമെന്ന്. ഞാൻ വന്നു. ഇന്നു മുതൽ നീ എന്റെ കൂടെ പർദീസയിലായിരിക്കും. ദൈവമേ, കണ്ണു നിറയുന്നു. നിങ്ങളുടെ സിദ്ധാന്തങ്ങളോ നിയമങ്ങളോ ഒന്നുമല്ലായിരുന്നു. ദയവുള്ള ആ ആൾ എന്നോടിവിടെ വരാൻ പറഞ്ഞു. ഞാൻ വന്നു. പത്രോസിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ ഉത്തരമായാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ പരാമർശിക്കപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? എല്ലാ കാലത്തും എന്നും എപ്പോഴും എന്റെയും നിങ്ങളുടെയും ചോദ്യം അതുമാത്രമായിരുന്നല്ലോ. എനിക്ക് എന്ത് ലഭിക്കും? അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 38 വാക്യം. ദൈവത്തിന്റെ നീതി പോലെ തന്നെ സകലതിനെയും അതിശയിപ്പിക്കുന്ന ഒന്നാണല്ലോ അവിടുത്തെ അനന്തമായ കാരുണ്യവും. തന്റെ പുത്രനെ പാപപരിഹാരത്തിനായി ബലിയായി നൽകിയ അതേ ദൈവനീതിയാണ് പരിധികളറിയാത്ത ദൈവകരുണയുടെ രക്ഷ മനുഷ്യവർഗത്തിനാകെ പ്രദാനം ചെയ്തത്. അവിടുത്തെ നീതി ജലം പോലെ അനർഗളമായി ഒഴുകുന്നതിന് സദൃശ്യമായി അവിടുത്തെ കരുണയും വറ്റാത്ത നീർച്ചോല പോലെ ഒഴുകുന്നു. ആമോസിന്റെ പുസ്തകം 5 അധ്യായം 24 വാക്യം. നല്ല കള്ളൻ അവസാനം മോഷ്ടിച്ചത് ക്രിസ്തുവിന്റെ ഹൃദയമായിരുന്നു. അവൻ നടത്തിയ ഏറ്റവും അമൂല്യമായ ആദ്യത്തെയും അവസാനത്തേതുമായ കളവ്. മാനുഷിക മാനദണ്ഡമനുസരിച്ച് അയാൾ ഒരിക്കലും അർഹിക്കാത്ത കാരുണ്യവും രക്ഷയും കുരിശിലെ അവസാന സമയങ്ങളിലെ ചില തിരിച്ചറിവുകളിലൂടെയും ഏറ്റുപറച്ചിലുകളിലൂടെയും അയാൾ നേടുന്നു. അല്ല, ക്രിസ്തു സമ്മാനിക്കുന്നു. രക്ഷ ദാനമാണല്ലോ. മരണം വരെ വിശുദ്ധ ജീവിതം നയിച്ച ഒരാളും അവസാന സമയത്തെ ഇടപെടലിലൂടെ രക്ഷ നേടുകയും ചെയ്ത മറ്റൊരാളും കർത്താവിന്റെ നീതിക്കുമേൽ സമന്മാരാണ്. ജീവിതം മുഴുവൻ ദൈവത്തിന് സ്വയം സമർപ്പിച്ച സന്യാസിയും മലയുടെ താഴ്വാരത്തിൽ ഗണികയെപ്പോലെ ജീവിച്ച ആ വിധവയും ഒരേ ദിവസമാണ് മരിച്ചത്. സ്വർഗീയ പർദീസയിൽ കണ്ണു തുറന്ന സന്യാസിക്ക് പക്ഷേ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല.
തന്റെ തൊട്ടടുത്ത് താൻ എന്നും മാറ്റി നിർത്തിയ ആ സ്ത്രീയും. സ്വർഗത്തിൽ പാവനിക്ക് എന്ത് കാര്യം എന്നാശ്ചര്യപ്പെട്ട അയാൾക്ക് കിട്ടിയ ഉത്തരം ഇതായിരുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ഇവൾ പാലൂട്ടി വളർത്തി. സന്യാസി അരിശം കൊണ്ട് വിറച്ചു. അതിനെന്ത്? ഞാനും ഇവളും ഒരുപോലെയാകുമോ? ജീവിതം മുഴുവൻ നിനക്കായി മാറ്റിവെച്ച ഞാനും അഭിസാരികയായ ഇവളും സ്വർഗത്തിൽ തുല്യരെന്നോ? അയാൾ ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണ്. വചനം സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൽ ഒരാളൊഴികെ എല്ലാവരും സന്തോഷിച്ചല്ലോ. ജ്യേഷ്ഠന് മാത്രം ആ തിരിച്ചുവരവിന്റെ ആനന്ദവും ആഹ്ലാദവും മനസ്സിലാകുന്നില്ല. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. പിതാവിന്റെ കാരുണ്യം അയാളെ അസ്വസ്ഥനാക്കുന്നു. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ധനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ധനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. തങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞുപോയെന്ന് ആർക്കും പരാതിയില്ല. പക്ഷേ മറ്റുള്ളവർക്കും ഇതേ അളവിൽ തന്നെ കൊടുത്തല്ലോ എന്നതിലാണ് അവർക്കെല്ലാം പരാതി തോന്നിയത്. യജമാനൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇതേപോലെ വ്യത്യസ്തമായിരുന്നു. മറ്റുള്ളവർക്ക് പക്ഷപാതപരമെന്ന് തോന്നുന്നവ. ഏസാവിനെയല്ല, യാക്കോബിനെ, റൂബനെയും യൂദയെയുമല്ല, ജോസഫിനെ, ഇടയനായ ദാവീദിനെ, ബാലനായ ദാനിയേലിനെ, വിക്കനായ മോശയെ, യൂദായിലെ ആ പാവം കന്യകയെ, മുക്കുവനായ പത്രോസിനെ, ഏറ്റവുമൊടുവിൽ മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം പോലെ പാപിയായ നിന്നെയും എന്നെയും. ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. റോമ 11-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ സംശയങ്ങൾക്കും ഒരേ ഒരു ഉത്തരമേ നമുക്ക് നൽകപ്പെടാൻ പോകുന്നുള്ളൂ. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? നിത്യരക്ഷ ദൈവിക ദാനമാണ്. മനുഷ്യന്റെ ശക്തി കൊണ്ടോ അധ്വാനം കൊണ്ടോ നേടിയെടുക്കുന്ന ഒന്നല്ല. അവിടുന്ന് തനിക്ക് ഹിതമെന്നും ഉചിതമെന്നും തോന്നുന്നതെല്ലാം പ്രവർത്തിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ മനുഷ്യരാരാണ്? നീതിമാനായ ജോബിന് ലഭിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഉത്തരമൊന്നും നമുക്കും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നാം എന്തു പറയണം? ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. റോമ 9-ാം അധ്യായം 14-ാം വാക്യം. കുഞ്ഞുനാളിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വന്ന കപ്പൂച്ചനച്ചൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മറന്നിട്ടില്ല. സ്വർഗത്തിലെത്തുമ്പോൾ 2 അത്ഭുതങ്ങളാണ് നമുക്കുണ്ടാവുക. ആദ്യത്തേത്, അവനും അവളും എവിടെയാണ്? കാണുന്നില്ലല്ലോ. രണ്ടാമത്തേത്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഇപ്രകാരം പിമ്പന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ഇനി ഒരു പരാതിക്കും എനിക്കും നിനക്കും അർഹതയില്ല. നൽകിയതെല്ലാം ദാനമാണ്. ഈ ലോകത്തിൽ ഞാൻ ഇതുവരെയും സന്തോഷമായാണ് ജീവിച്ചത്. ഒരു പരാതിയുമില്ല. ഇനി ഞാൻ മരിച്ചു പോകണം എന്ന് പറഞ്ഞ് ശാന്തനായി കടന്നുപോയ ഒരു വലിയ വൃക്ഷത്തിന്റെ സാക്ഷ്യത്തിനും തണലിനും താഴെയിരുന്ന് ഇത്രയൊക്കെയുമാണ് കുറിക്കാൻ തോന്നുന്നത്. ആ ഗാനം ഓർമ്മ വരുന്നു. എല്ലാം എല്ലാം നിന്റെ ദാനം, നേടിയതൊന്നുമില്ല, എല്ലാം അപ്പാ
നിന്റെ ദാനം. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ. എല്ലാം അപ്പ നിന്റെ ദാനം. രചന സന്തോഷ് ചുങ്കത്ത്. കുവൈറ്റിൽ അധ്യാപകനും എഴുത്തുകാരനുമാണ് ലേഖകൻ. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്.